ഹലോ എടാ നിങ്ങൾ വരുന്നില്ലടാ വരുന്നില്ല ഒന്ന് അതെന്താ ശരി ശരി വരണ്ട അപ്പം അവന്മാരും മുങ്ങി ആരുമില്ല എന്തോ ചെയ്യാനാ എൻ്റെ 200ഓളം ഫ്രണ്ട്സ് പറഞ്ഞു അസ്ത്രം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അസ്ത്രം ഉണ്ടാക്കിയാലോ? എന്നെക്കൊണ്ട് പറ്റത്തൊന്നുമില്ല, ഒറ്റയ്ക്കൊന്നും ഉണ്ടാക്കാനല്ലേ. പറ്റത്തില്ല. എന്നാൽ 300ഓളം ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ള ചിക്കൻ പെരട്ടുണ്ടാക്കി. ഡേ ആകെ 30 പേരാ കാണുന്നത്, അതിനകത്ത് എവിടെ 300ഓളം പേര്? എന്തോത്തിനാടാ നീ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? നിനക്കൊന്നും വന്നോന്ന് ഒരു ബഹുമാനം ഇല്ലാതായിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഇന്ന് ഞാൻ തന്നെ ഉണ്ടാക്കാം, സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാം. വയറ് നിറയോ? വയറൊക്കെ നീ വയറ് നിറയുന്നിടം വരെ അങ്ങ് തിന്നാൽ മതി. ഈ വെയിലത്ത് ചൂടത്ത് പറ്റിയൊരു ഐറ്റം ഉണ്ടാക്കാം, ഫ്രൂട്ട്സ് വെച്ചിട്ട്. ഹേ ഹലോ മച്ചന്മാരെ, പാക്ക് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് നല്ല സൂപ്പർ ഒരു കസ്റ്റാർഡ് അടിക്കാൻ പോവാണ്. ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. എടുത്തു. 2 ലിറ്റർ പാൽ, നമ്മൾ 2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മറ്റേ അങ്ങനെ പാലൊഴിക്കുന്ന പോലെ നാക്കൊക്കെ വെച്ച്. അപ്പോൾ 2 ലിറ്റർ പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പെതിയെ സാധനം ചൂടായി വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പാൽ ചൂടായി വന്നതിന് ശേഷം വേണം നമുക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം. കസ്റ്റാർഡ് പൗഡർ നമുക്ക് 2 ലിറ്ററിന് ഏതാണ്ട് 8 ടീസ്പൂൺ, 1 ലിറ്ററിന് 4 ടീസ്പൂൺ വെച്ച് 8 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തിലേക്ക് കുറച്ച് പാലൂടെ ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഉണ്ടയൊന്നും കെട്ടാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മാതളത്തോട് മാതളത്തൊളി ആപ്പിൾ, മുന്തിരി, വിവിധങ്ങളായ ഫ്രൂട്ട്സുകൾ. ഓരോ ഇതായിട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്നില്ലേ. ഒരു കത്തി എടുക്കുക, ഇങ്ങനെ അടിക്കുക. അടിക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു വരും. സിമ്പിൾ പരിപാടി ഇതൊക്കെ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ നമുക്ക് ശകലം പാലൊഴിച്ച് കൊടുത്ത് തന്നെ നമുക്ക് അതിനെ മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് പാലെടുത്ത് ഒഴിച്ച്, ഇത് നേരിട്ട് അതിനകത്ത് ഇടരുത്, ഇട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് പാലെടുത്ത് കുറുക്കിയെടുക്കാം. ഉണ്ടയൊന്നും കെട്ടാതെ നമുക്ക് പതിയെ അതിനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാല് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ 2 ലിറ്റർ പാലിന് 8 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ പാലും ചേർത്ത് വെച്ചാണ്. ഇത് നമുക്ക് ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് കസ്റ്റാർഡ് പൗഡർ ഒഴിക്കരുത്, ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് തിക്കായിപ്പോവും. നമുക്ക് അത്രയും വേണ്ട. ഇത് ചൂടാകുമ്പം വലുതായിട്ട് തിക്കാവത്തില്ല, തണുത്ത് കഴിയുമ്പോഴാണ് നല്ലപോലെ തിക്കാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചേർക്കല്, ഈ ഒരളവിൽ ചേർത്ത് കൊടുത്താണ്. ഇനി ഇത് നല്ല പോലെ അടി പിടിക്കാതെ നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വേണ്ട, നമ്മൾ ഇതിൻ്റെ അകത്ത് ഐസ്ക്രീമും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നിടം വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമുക്കിനിയും വാങ്ങി വെക്കാം. അത് നല്ല തിക്കായി. അപ്പോൾ നമ്മുടെ പാലും കസ്റ്റാർഡുമായിട്ട് മിക്സ് ചെയ്ത് വെച്ച സാധനം നല്ല അടിപൊളിയായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഒരുപാട് തിളച്ച് പോരുത്, തിളച്ച് പോയാൽ അത് ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പ് ഓഫ് ചെയ്ത് ഇവിടെ തന്നെ നല്ല പോലെ ചൂട് പോകാനായിട്ട് വെക്കാം. ചൂട് പോയിട്ട് വേണം നമുക്ക് ഇതിനെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാനായിട്ട്. അപ്പോൾ അടുപ്പ് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ്. അപ്പോൾ ഇവിടെ നിന്ന് തണുക്കട്ടെ. അപ്പോൾ തന്നെ പൊളിച്ചു. ആപ്പിൾ 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 ആപ്പിൾ. എൻ്റെ കുരുവൊക്കെ ഇങ്ങനെ ചെത്തിയെടുത്ത് കളയണം. അപ്പോൾ നമ്മൾ നേന്ത്രപ്പഴമാണ്
ഇതിനകത്തിൽ ഇടേണ്ടത്. അതാണ് നല്ല ടേസ്റ്റ്. ഞങ്ങൾക്ക് 2 പേർക്ക് നേന്ത്രപ്പഴം അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് നമുക്ക് നല്ല പൂവൻ പഴം എടുത്തിട്ടുണ്ട്. നമുക്കതും ചെറിയ ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കസ്റ്റാർഡ് പാലും എല്ലാം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അതിലേക്ക് ഇനി നമുക്ക് ഫ്രൂട്ട്സ് തട്ടി കൊടുക്കാം. ആപ്പിൾ നല്ല ആപ്പിള് തട്ടിക്കൊടു. അപ്പോൾ ആപ്പിൾ തട്ടി കൊടുത്തു. ഇനി അടുത്ത് നമുക്ക് മുന്തിരികൾ തപ്പിണ്ട്. പച്ചയുണ്ട്, ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ 2 അരിയില്ലാത്തതാണ് നമ്മൾ എടുത്തേക്കുന്നത്. 2 അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അരിഞ്ഞെടുത്ത് തന്നെ ഇടാം. അപ്പോൾ അത് 2 നമ്മൾ തട്ടിക്കൊടുത്തു. മാതളവും പഴവും തട്ടിക്കൊടുക്കാം. ആദ്യം പഴം തട്ടിക്കൊടുക്കാം. പഴം. അടുത്തത് മാതളം തട്ടിക്കൊടുക്കാം. മാതളം. അപ്പോൾ നമ്മുടെ ചരുവം നിറഞ്ഞു ഗൈസ്. ചരുവം നിറഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് നല്ലപോലെ നിളയി കൊടുക്കാം. ആഹാ, ഇതിനകത്ത് നമ്മൾ എവിടെ ഐസ്ക്രീം ഇടും? അറിഞ്ഞുകൂടാ. ഐസ്ക്രീം ഇടുമ്പോൾ നിറഞ്ഞു തുളുമ്പല്ലോ ഗൈസ്. ട്രാപ്പിഡ്. നല്ല സൂപ്പറായിട്ടൊരു ചരുവം നിറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പ് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ച് നല്ല ഒന്നാന്തരമായിട്ട് തണുപ്പിച്ചുകൊണ്ടുണ്ടോ. ഓക്കെ, പടപടയുന്നുണ്ടോ. അപ്പോൾ അതേ ഒരു ചരുവം ഫ്രൂട്ട് സലാഡ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൻ്റെ അതിലേക്ക് നമുക്ക് മാറ്റാം. ബൗളിലേക്ക് നമുക്കിങ്ങനെ മാറ്റാം. എല്ലാ ഫ്രൂട്ട്സും കയറ്റിയിടേ. ഇനി അടുത്ത ബൗൾ എടുക്കാം. ഞങ്ങൾ 2 പേരും ഉള്ളതുകൊണ്ടാണ് 2 ബൗളാക്കിയത്. 2 ബൗൾ മതി. 2 ബൗളാണെങ്കിൽ നമ്മളിത് മൊത്തം കുടിച്ച് തീർക്കും. അതാണ്. ഇനി വാനില ഐസ്ക്രീം. എൻ്റെ കാര്യമൊന്നുമില്ല, പിന്നെ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി വാനില ഐസ്ക്രീം. മാറി ആദ്യം ഇട്ടത് എനിക്ക് അതിനകത്ത് ചെറിയ കൂടുതലുണ്ട്. കുത്തിയിട്ടവിടെ കയറുന്നത്. ഡെക്കറേഷൻ. മലയല്ലടാ, കുന്ന്. അപ്പം നമ്മുടെ ഫ്രൂട്ട് സലാഡ് നല്ല സൂപ്പറായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ക്യാമറമാൻ വരൂ. ഓടി വരൂ. കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. എങ്ങനെയുണ്ട് നമ്മുടെ ഐസ്ക്രീം സൂപ്പറായിട്ട് നല്ല കിഡിലിനായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. മോനെ സാധനം നല്ല അടിപൊളിയായിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. കഴിച്ചു നോക്കി, കുറച്ച് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞേ. സൂപ്പർ. അങ്ങനെ പറഞ്ഞടിപ്പിച്ചൊന്നുമല്ല കേട്ടോ. ഷുഗറുകാർക്ക് ഉണ്ട്. താഴെ ഒരാൾ നോക്കിയിരിക്കുന്നു. അമ്മയുടെ കുഞ്ഞ് നേരെ താഴെ നോക്കി പുറകിൽ നടക്കുന്നു. ബൂമർ വരാണ്ട് ഓടിയാണെന്ന് കഴിക്കുന്നു. ബൂമറെ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞടാ. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാൻ. ബൂം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് സാധനം? സാധനം പഠിച്ചിട്ട് നാക്ക് കുഴയുന്നു. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ നല്ല പവറായിട്ട് തിരിച്ചു വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലൊക്കെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു. വെൽക്കം.